അമേരിക്കയുടെ സൈനിക ബേസിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. തങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുകയും രാജ്യത്തിൻ്റെ അകത്ത് പ്രക്ഷോഭമുണ്ടാക്കാൻ നേതൃത്വം നൽകുകയും ചെയ്യുന്ന അമേരിക്കയെ പാഠം പഠിപ്പിക്കുമെന്ന് ആയത്തുള്ള അലി ഖംനായി കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയതിനോടനുബന്ധിച്ചാണ് പുതുതായിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത്. അവരുടെ സൈനിക കേന്ദ്രം ബേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുമെന്നുള്ളതാണ്. അത് ഏറെക്കുറെ ബഹ്റൈൻ, ഖത്തർ പോലെയുള്ള കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന തരത്തിലും റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. 4-5 ദിവസത്തിനിടയിലായി ഇറാനെതിരെ വല്ലാത്ത രീതിയിലുള്ള പ്രകോപനപരമായിരിക്കുന്ന നിലപാടൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതൊരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നില്ല. ഇത് വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഏറെക്കുറെ ഇങ്ങനെയായിരുന്നു. വലിയ പ്രശ്നങ്ങളും വലിയ വിഷയങ്ങളും ഉണ്ടായി. യുദ്ധക്കപ്പലുകളും സംവിധാന കാര്യങ്ങളൊക്കെ വെനിസ്വേലൻ കടൽ തീരത്ത് നങ്കൂരമിട്ടു. പിന്നീട് ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണമാണ് വെനിസ്വേലയുടെ ബോട്ടുകൾക്ക് നേരെ അമേരിക്ക നടത്തിയത്. അതൊരു ഭയപ്പെടുത്തുന്ന രീതിയിൽ എന്നതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ല. 15,000 അമേരിക്കൻ സൈനികരും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനം അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സൈലൻ്റായി നിന്നുകൊണ്ടാണ് പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അവരുടെ തിരക്കഥ തയ്യാറാക്കിയത്. അപ്പോൾ അമേരിക്ക സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇറാനിൽ കൊണ്ടുവരുന്നുണ്ടോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനിൻ്റെ റവല്യൂഷണറി കമാൻഡ് സൈനികരടക്കം ഗവൺമെൻറ് ഏറ്റവും ഉന്നതതല പ്രതിനിധികൾ ഈ കാര്യത്തിൽ ഒരു ഏകോപനമുണ്ടാക്കിയത്. രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുമെന്നും അമേരിക്കയുടെ ഏത് തരത്തിലുള്ള ആക്രമണ രീതിയും പ്രതിരോധിക്കാൻ മാത്രം സൈനികമായിരിക്കുന്ന ശേഷിയുള്ള രാജ്യമാണ് തങ്ങളെന്ന് ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമിച്ചുകൊണ്ട് തങ്ങൾ തെളിയിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ഏറെക്കുറെ രണ്ടാമത്തെ പതിപ്പായിട്ടാണ് ഈ കാര്യത്തെ വിലയിരുത്തുന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുന്ന സ്ഥിതിയെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന വന്നിരുന്നു. അതിന് ഒരു സമാന്തരമായിരിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഇറാൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിന് ഈ മേഖലയിൽ നിന്ന്, അതായത് ഇറാനിൽ നിന്ന് അമേരിക്ക ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമാണ്. വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ഒരു വിഷയം കൂടിയാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ എയർബേസ് പ്രവർത്തിക്കുന്ന മേഖല എല്ലാ ഭാഗത്തും ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ എല്ലാ എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും വേണമെങ്കിൽ ഇറാന് ആക്രമിക്കാൻ വേണ്ടി പറ്റും. അതിലവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബഹ്റൈൻ്റെയും ഖത്തറിൻ്റെയും അമേരിക്കയുടെ എയർബേസുകളാണ് എന്നതാണ്. ബഹ്റൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻട്രൽ കമാൻഡ് പ്രവർത്തിക്കുന്ന ഏരിയയാണ് ബഹ്റൈൻ്റെ എയർബേസുമായിട്ട്, അമേരിക്കയുടെ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ഇവിടെ എല്ലാവിധ യുദ്ധ സംവിധാന കാര്യങ്ങളും ഒരുക്കാൻ മാത്രം പ്രാപ്തിയും കരുത്തുമുള്ള യുദ്ധക്കപ്പലുകൾ അണിനിരന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. 40,000-ഓളം അമേരിക്കൻ സൈനികർ എല്ലാ സമയത്തും, അതായത് 24 മണിക്കൂറും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന സ്ഥലം. ഇവിടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള ആക്രമണങ്ങൾ നിരന്തരം തൊടുത്തുകൊണ്ട് ഇവരെ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാനുള്ള വലിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ ആലോചിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നു. ഇറാന് നേരെയുള്ള ഏതൊരു ആക്രമണത്തെയും അതിശക്തമായിരിക്കുന്ന തിരിച്ചടിയിലൂടെ തങ്ങൾ പ്രതികരിക്കുമെന്ന് ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശത്രു മുഖത്ത് തന്നെ എത്തിയിരിക്കുന്നു. നമ്മുടെ മുഖത്ത് തന്നെ ശത്രുവുണ്ട്. അവരുടെ എല്ലാ കിംവദന്തികളും അവരുടെ എല്ലാ പ്രവൃത്തികളും ഇല്ലാതാക്കാൻ മാത്രം കരുത്തും ശക്തിയുമുള്ള രാജ്യമാണ് ഇറാൻ എന്നതിനാൽ തങ്ങൾ ആ പ്രവൃത്തി തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ആയത്തുള്ള അലി ഖംനയുടേതായിട്ട് വന്നിരിക്കുന്ന പ്രസ്താവന ശത്രുവിൻ്റെ മുഖത്ത് തന്നെ തങ്ങൾ അടിക്കും എന്ന തരത്തിലുള്ളതാണ്. രാജ്യത്തിൻ്റെ അകത്തും രാജ്യത്തിൻ്റെ പുറത്ത് സാമ്പത്തികപരമായിരിക്കുന്ന വിഷയത്തെയൊക്കെ പരാമർശിച്ചുകൊണ്ട് ഇറാൻ പറഞ്ഞിരിക്കുന്ന പ്രതികരണം ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ അകത്ത് സാമ്പത്തികമായിരിക്കുന്ന തകർച്ചയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ സമരങ്ങളാണ് നടക്കുന്നത്. ഈ രാജ്യത്ത് ഇത്രയും സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം അത് അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ രാജ്യത്ത് നടക്കുന്ന ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും നടക്കുന്ന എല്ലാ വിഷയത്തിൻ്റെയും ഉത്തരവാദി അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ രാജ്യത്തിലെ ആഭ്യന്തര വിഷയ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളത് ഒരിക്കലും തങ്ങൾ അത് അംഗീകരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ തങ്ങളത് ശക്തമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കും. വലിയ രീതിയിലുള്ള മുറിപ്പാട് അമേരിക്കക്കുണ്ടാകുന്ന തരത്തിലായിരിക്കും
ഇറാൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നത് എന്നുകൂടി യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി ഖമനേയി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച പ്രതിഫലനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സൈനിക കമാൻഡർമാരോടും ബന്ധപ്പെട്ടവരോടും വലിയ തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ടും പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഇറാൻ്റെ വളരെ പ്രധാനമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ള സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം, അത് പരിശോധിക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഈ മേഖലയിലുള്ള ആയുധങ്ങൾക്കൊക്കെ വലിയ പരിരക്ഷ നൽകാൻ വേണ്ടിയിട്ട് സൈനികർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ 2-3 കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും വലിയ രീതിയിലുള്ള പരാജയമാണ്. കാര്യം ഇറാൻ്റെ കൈവശത്തിലും ഹമാസിൻ്റെ കൈവശത്തിലും ഹൂത്തികളുടെ കൈവശത്തിലും ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ വിഭാഗത്തിലുമെല്ലാം ഉള്ള ആയുധങ്ങളുടെ മേഖല കേന്ദ്രം എവിടെയെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല. അവർ ആയുധങ്ങൾ നിർമ്മിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നത് വലിയ വിദഗ്ധന്മാരാണ്. അതേപോലെ തന്നെ ബങ്കറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഒറിജിനൽ ബങ്കറും ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറും യഥാർത്ഥത്തിൽ ഗസക്കകത്തുണ്ട്. പല സമയങ്ങളിലും ഇസ്രായേൽ സൈനികർ ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകൾ ഒറിജിനലാണെന്ന് കരുതി പ്രവേശിക്കുകയും വലിയ രീതിയിൽ സ്ഫോടനം നടക്കുകയും മരണം നടക്കുന്ന സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ മേഖല അവർ പറയുന്ന കാര്യം തങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവരുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈനിക ആയുധങ്ങൾ സൂക്ഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ട മേഖല എവിടെയെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്. ഒരു എയർബേസ് പോലും ഗൾഫ് രാജ്യങ്ങളിലേത് അമേരിക്കയുടേത് സുരക്ഷിതമല്ല എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഇറാൻ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ്. അവരുടെ യുദ്ധ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ അടിക്ക് തിരിച്ചടി എന്ന തരത്തിലാണ് സാധാരണഗതിയിൽ ഇറാൻ്റെ ഭാഗത്ത് നിലപാടുണ്ടായി. അത് ഇസ്രായേലിൻ്റെ അക്രമത്തോടു കൂടി അത് ഏറെക്കുറെ കൃത്യമായതാണ്. അവരടിച്ചു, ഇവർ തിരിച്ചടിച്ചു. അമേരിക്ക അടിച്ചു, അമേരിക്ക തിരിച്ചടിച്ചു. അപ്പോൾ പിന്നീടാണ് അതിൻ്റെ നാശവും നഷ്ടങ്ങളും എത്രത്തോളം ഉണ്ട് എന്ന് ഈ ചിത്രങ്ങൾ സഹിതം ലോക മീഡിയകളൊക്കെ പുറത്തുവിട്ടത്. അത് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ, തങ്ങളുടെ രാജ്യത്ത് അങ്ങനെ നാശങ്ങളും നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഈ ഇസ്രായേൽ നിഷേധിച്ചപ്പോൾ പിന്നീട് റഷ്യയുടെ കൈവശത്തിലുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നത്. ഇസ്രായേൽ പറയുന്നത് കള്ളത്തരമാണ്, അതിൽ യാഥാർത്ഥ്യങ്ങളില്ല. നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നാശങ്ങളും നഷ്ടത്തിൻ്റെ കഥകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പറയാനുള്ളത് എന്നുള്ളതാണ്. സമാനമായിരിക്കുന്ന സ്ഥിതി ഉണ്ടാക്കാൻ ഇറാന് കരുത്തും ശക്തിയും ഉണ്ട് എന്നുള്ളതും ഭരണ സംവിധാനത്തൊക്കെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൗതികമായിരിക്കുന്ന അഭിപ്രായത്തിൽ നിന്ന് അമേരിക്ക മാറി നിൽക്കുകയും പ്രക്ഷോഭം നടത്തുന്നവർക്ക് തങ്ങൾ പ്രോത്സാഹനം നൽകുന്നു എന്നുള്ള ഒരു വോയിസ് മാത്രം പുറത്തിറക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പല ഘട്ടത്തിലും പറയുന്നുണ്ട് അവർക്ക് എതിരെ പ്രക്ഷോഭം നടക്കുന്നവർക്കെതിരെ വെടിവെപ്പോ വലിയ വിഷയങ്ങളുണ്ടായാൽ അമേരിക്ക അതിൽ ഇടപെടും, തങ്ങൾ സൈനികരാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 10 ദിവസത്തോളമായി. എന്നാൽ ഒരു സൈനികരെ ഇറക്കിയിട്ടില്ല. വെടിവെപ്പാണെങ്കിൽ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. പ്രക്ഷോഭകാരികൾ സ്വകാര്യ മേഖലക്കോ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് മേഖലക്കോ ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ വെടിവെക്കാൻ തന്നെയാണ് ഉത്തരവുള്ളത്. ഏകദേശം 150ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. 67 മുതൽ 75 വരെ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുണ്ട്. 10 ദിവസം അല്ലെങ്കിൽ 12 ദിവസത്തോളമുള്ള വെടിവെപ്പിൽ ആകെ മരിച്ചത് 17 പേരാണ്. അതിനുശേഷമാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് സങ്കീർണമായിരിക്കുന്ന ഒരു സാഹചര്യം ഇറാൻ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഭയാനകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് അമേരിക്ക നേരിടുന്നത്. അമേരിക്ക നേരിടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അവരുടെ സൈനിക ബേസ് ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ്. ഈ ഇറാഖിലുള്ള സൈനിക ബേസ് ഇതിന് മുൻപ് ഇറാൻ ആക്രമിച്ചിരുന്നു. ഏകദേശം 60 ചില്ലാന അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അമേരിക്ക പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു അമേരിക്കൻ സൈനികന് പരിക്കേറ്റു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് അവർ ചെയ്തത്. ഇന്ന് സ്ഥിതികൾക്കൊക്കെ മാറ്റം വന്നു. സ്ഥിതികളുടെ മാറ്റം വന്നു എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഈ അമേരിക്കയുടെ സൈനിക മേഖല അപ്പാടെ തന്നെ ഒരു ഭയത്തിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാനുമായിട്ടുള്ള വെല്ലുവിളികൾ അതൊരിക്കലും ഉചിതമായ രീതിയിൽ അവസാനിക്കാനുള്ള സാധ്യതയില്ല. അത് വലിയ ദുരന്തത്തിലോ ഒരു വലിയ വിഷയത്തിലോ ആണ് യഥാർത്ഥത്തിൽ എത്തുക.
അതുകൊണ്ട് അതിന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഏതായിരുന്നാലും ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അമേരിക്കക്ക് അത്ര സുഖകരമായിരിക്കുന്ന കാര്യമല്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്.